Guys, come back. മോനെ നമ്മുടെ സ്വന്തം ധാരാവി കൊമ്പന്റെ സാമ്രാജ്യത്തിലാണ് ഗായ്സ് ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത്. ഗായ്സ് എന്റെ ബാക്കി കിടക്കനാണ് യോദ്ധാവ്. ഒന്നേ വിഷയം എന്ന് വെച്ചാൽ വിഷയം ഈ വണ്ടിയാണ് വെള്ളം അടിച്ച് വൃത്തിയാക്കണമെന്ന് പറഞ്ഞത്. ഈ വണ്ടി നമ്മളെ മൊബൈലിൽ കാണുന്ന പോലെയൊന്നുമല്ല, വണ്ടി വേറെ ലെവലാണ്. ഞാൻ കൂടുതലും ഈ വണ്ടി കണ്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിലും വ്ളോഗിലും കൂടെയാണ് ഈ വണ്ടി കൂടുതലും കണ്ടേക്കുന്നത്. പക്ഷേ അതുപോലെയല്ല, വണ്ടി നേരിട്ട് കാണണം. വണ്ടി നേരിട്ട് കണ്ടാലേ അറിയാം അവരതിനെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത്രയും ദിവസം കൊണ്ട് ഈ വണ്ടി കയറ്റിയിട്ട് ഒരു മണ്ണാ പൊടിയോ എന്തെങ്കിലും ഈ വണ്ടിയിലുണ്ടാകുന്നു. എത്ര നാളുകൊണ്ട് ഈ വണ്ടി കയറ്റിയിട്ടായിരുന്നു. ഒരു മണ്ണാ പൊടിയോ ഒരു അഴുക്കോ ഒന്നുമില്ല. ഒരു സെറ്റായിട്ടാണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഈ ഒരു വണ്ടി എന്നല്ല, ഇവിടെ കിടക്കുന്ന 6 വണ്ടിയിൽ ഒരു മണ്ണും പൊടിയോ ഒന്നുമില്ല. അത്രയും വൃത്തിയായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അവർ ഈ വണ്ടി നോക്കാൻ വേണ്ടി തന്നെ 2-3 പേരെ ഇവിടെ നോക്കിയിട്ടുണ്ട്. അപ്പം ഇത് നമ്മുടെ യോദ്ധാവിനെ എടുത്ത് വെളിയിട്ടേക്കുന്ന കൈ. അപ്പോൾ നമുക്ക് നേരെ ബോംബെ അതുപോലെ അപ്പുറത്ത് ഇറക്കുമ്പോൾ നേരെ അങ്ങോട്ട് പോകാം. ചാനലുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ കൊമ്പൻ്റെ ധാരാവിയിലാണ് ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കൊമ്പൻ്റെ ധാരാവി ഗൈസ്. എല്ലാ കൊമ്പന്മാരും നമുക്ക് ഒത്തു കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുകയാണ്. നമ്മുടെ കൊമ്പൻ്റെ യോദ്ധാവാണ്. ഫ്രണ്ടിൽ എഡിഷൻ ടൈം ഇളക്കിയോണ്ട് തന്നെ സൈഡിൽ നോക്കിയാലേ ഇപ്പോൾ ഏത് വണ്ടിയാണെന്ന് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മളെ കാറൊക്കെ കൊണ്ടുവന്ന് നമ്മളിങ്ങനെ കയറ്റിയിട്ടിട്ടുണ്ട്. അപ്പം ഇത് നമ്മുടെ കൊമ്പൻ്റെ ബോംബെയാണ് ഈ കിടക്കുന്നത്. ഇത് ഏത് വണ്ടി ഇത് ഞാൻ ചോദിച്ചാണ് മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ എഡിഷൻ ടൈം ഇല്ലാത്തതുകൊണ്ട് അറിയാൻ വയ്യ. ഇത് ബോംബെ, ഇത് നമ്മളെ ദാവൂദ്. ആ റോട്ടിൽ നിന്ന് കയറി വരുമ്പോഴുള്ള എൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ എൻട്രിയാണ്. ഒന്നും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ കൊമ്പനെ കണ്ടപ്പോഴേ രോമാഞ്ചു. ഇതെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഓടി മുതലാക്കണം അങ്ങനെയെന്നുള്ള രീതിയിൽ കൊണ്ടു നടക്കുന്ന ഒരു വണ്ടിയൊന്നുമല്ല. അവർക്ക് വണ്ടിയെ സ്നേഹിച്ച് നല്ല രീതിക്ക് കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. ഈ വണ്ടി ഇത്രയും വണ്ടി ഇവിടെ കിടക്കണമെങ്കിൽ ഒരു അഴുക്കാ പൊടിയാ ഒന്നുമില്ല. നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒരു അഴുക്കോ ഒന്നുമില്ല. അത്രയും വെൽ മെയിൻറ്റെയിൻ ആയിട്ടാണ് ഈ വണ്ടി കിടക്കുന്നത്. നല്ല രീതിക്ക് എല്ലാ വണ്ടിയും കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കണ്ട ധാരാവി ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞതിന് മുമ്പ് ഒരുപാട് പേരൊക്കെ വന്നിട്ട് പോയി. ഇത് നമ്മളെ ബോംബെയാണ് കേട്ടോ. ബോംബെ വേറെ ലെവലായിട്ട് കിടക്കുന്നുണ്ട്. ഇത് നമ്മളെ ദീപിച്ചേട്ടൻ്റെ മറ്റേ ഇപ്പോൾ എടുത്ത വണ്ടി ഏതാണ്, നമ്മുടെ ട്രാവലർ. അതവർ വീട്ടിലെ പേഴ്സണൽ യൂസിനൊക്കെ യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. ടാക്സി അങ്ങനെയല്ല, ഓണേഴ്സ് വണ്ടിയാണ്. അപ്പോൾ ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊമ്പൻ്റെ അധോലോകം, അതായത് നമ്മുടെ വല്യേട്ടൻ. നമ്മുടെ വല്യേട്ടനാണ് ഈ കിടക്കുന്നത്. ഈ ഒരു ഒറ്റ വണ്ടിയിൽ നിന്നാണ് ഈ കിടക്കുന്ന മൊത്തം വണ്ടി അവർ തുടങ്ങിയത്. ആദ്യമായിട്ട് കൊമ്പനെന്ന് പേരിട്ട് തുടങ്ങി ഈ ഒരു ഒറ്റ വണ്ടിയിൽ നിന്നാണ് ഇപ്പോൾ ഇത്രയും വണ്ടിയിലെത്തി നിൽക്കുന്നത്. കാരണം ഗ്രാഫിക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് വേറെ ലെവല്, ഒന്നും പറയാനില്ല. അത്രയും കിടിലൻ ഗ്രാഫിക്സാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളെ കാളിയും കിടക്കണമുണ്ട്. ബാക്കിൽ നമ്മളെ കൊമ്പൻ്റെ ലോഗോ, ടീം കൊമ്പൻ എന്നൊക്കെ ചെയ്തേക്കണ വേറെ ലെവൽ. അപ്പം അവിടെ അവരെ റെസ്റ്റിംഗ് റൂമും കാര്യങ്ങളൊക്കെയാണ്. 2 വണ്ടീൻ്റെ മോനെ, ഞാൻ കൊമ്പന്മാർ ഇടയ്ക്കൂടെ കൈസ് ഇപ്പോൾ നടക്കുന്നത്. ഇത് നമ്മൾ അതുപോലെ എഴുത്തൊക്കെ ഉണ്ട്. ഈ വണ്ടികൾ ഇങ്ങനെ ചേർത്തിട്ടേക്കുന്നുണ്ട്.
അപ്പം ടാറ്റ.